ഇച്ചിരി ചിന്ത കൂടുന്നുണ്ടോ? ഇല്ല, കൂടുന്നില്ല. ഭയങ്കര ആലോചന ഇവിടെ വന്നപ്പോ ഇച്ചിരി വേറൊരു എനിക്ക് തോന്നുന്നറിയോ, രമേഷ് മാഷ് രമേഷ് അല്ല തിരിച്ചാ. എന്നെ സംബന്ധിച്ച് ആർക്കും അറിയാത്തൊരു സത്യം, ചിലർക്കറിയാം. അതായത് ഞാൻ ടെൻഷൻ കൂടുന്നവരും കൂടുതൽ തമാശ അലമ്പമായിക്കൊണ്ടിരിക്കും. റിലാക്സ്ഡ് ആണെങ്കിൽ കൂടുതൽ നിശബ്ദനായിക്കൊണ്ടിരിക്കും. ആണോ? അങ്ങനെയാ. നമ്മുടെ പരിപാടിയൊക്കെ പൊളിയൂല്ലേ? ചില പരിപാടിയൊക്കെ പൊളിഞ്ഞ് എല്ലാരും തല്ലാനൊക്കെ പിടിച്ചപ്പോ ഞാൻ ഭയങ്കര കോമഡി ആയിരിക്കുള്ളൂ. ഭയങ്കര കോമഡിയും ചാർജ് ആയിട്ടൊക്കെ നിൽക്കും. എല്ലാം സക്സസ് ആണ്, കുറച്ച് സൈലന്റ് ആയി. ഓരോരുത്തർക്ക് അങ്ങനെ നേരെ റിവേഴ്സ് ആയി കിടക്കുന്നത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇത് സക്സസ് ആയിട്ട് എടുക്കണം. സക്സസ് ഞാൻ വളരെ റിലാക്സ്ഡ്, നല്ല സന്തോഷമായിട്ടിരിക്കുക. നമ്മൾ അത്രയും കിടില് വന്നില്ല അതിന്റെ മീനിങ്. അല്ലെന്ന് ആര് പറഞ്ഞ? എലീനെ പണ്ട് കിടിലാണ്. ഞാൻ കിടിലാന്ന് എനിക്കറിയാം. അത് മാത്രല്ല എന്റെ അടുത്ത് വന്ന ഒന്നുകൂടെ പുള്ളി റിലാക്സ്ഡ് ആണ്. അതെനിക്ക് സംശയമുണ്ട്. അപ്പൊ ഇങ്ങോട്ട് ഇട്ട് നോക്കിക്കേ, ഞങ്ങൾ ഒരു മാസം ഒന്നിച്ച് അമേരിക്കയിലെ എന്തെല്ലാം വിക്രയങ്ങൾ നടത്തിയിട്ടുള്ള ആൾക്കാരാന്നറിയാവോ? നിങ്ങൾ എന്നെ കൊണ്ടാതോണ്ടാ ഒരു തവണ എന്നെ അന്ന് ഞങ്ങളാ അമേരിക്കയിൽ പോയപ്പോ എലീന ഫീൽഡിൽ ഇല്ല. ഒരു കാര്യം പറയട്ടെ, കുഞ്ഞായിരിക്കും ചിലപ്പോ. എന്നെ വെച്ചിട്ട് ഞങ്ങൾ ഒന്നിച്ചിട്ട് അമേരിക്ക കാർ ഓടിച്ച വ്യക്തിയാണത്. ലൈസൻസ് പോലും ഇല്ലാതെ. ഇപ്പൊ പറഞ്ഞ ചിലപ്പോ കേസ് വേറെ വഴിയില്ല. സ്പോൺസർ ഞങ്ങളെ കൊണ്ട് വണ്ടിക്ക് പോകുന്നു. ഞാൻ നോക്കുമ്പോ രാത്രി വണ്ടി ഓടിച്ച് പുള്ളി ഉറങ്ങുക. ഞങ്ങളെ 7-10 ആർട്ടിസ്റ്റുകളുണ്ട്. പുള്ളി ഞാൻ ചേട്ടാ നിങ്ങൾ ഉറങ്ങിയിട്ട് കുറെ, എനിക്ക് ഉറങ്ങി, നാളെ രാവിലെ എത്തേണ്ടടുത്ത് വേറൊരു വഴിയില്ല ചേട്ടാ, വണ്ടി ഒതുക്കിക്കോ ഞാൻ പറഞ്ഞ് അവിടെ ഓടിച്ചിട്ടുണ്ട്. അങ്ങനെ 2009 ഈ സംഭവം. അപ്പൊ ഏത് വഴിന്ന് പറഞ്ഞോണ്ട് ഈ ഓടിച്ചൊക്കെ പോകുന്നേ? ഇങ്ങനെ ഇല്ലല്ലോ, ഞങ്ങൾ ഹൈവേ കിടക്കുമല്ലേ, ഇടയ്ക്ക് ഇവന് ഫ്രീ ആയിരിക്കും. എന്നെ എടുത്ത് മടി ചേട്ടാ അതേ കണ്ടോ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ പോവാ. അത് കുറെ രസമുള്ള അനുഭവങ്ങളും കാര്യങ്ങളും അതും ഇതൊക്കെയാണ്. അതിന് ഞാൻ പറഞ്ഞിട്ടുണ്ടോ? ഇല്ല, ഞങ്ങളോട് പറഞ്ഞിട്ടില്ല. അതിന്റെ അകത്ത് ഒരു വിമാനത്തിൽ ഞങ്ങൾ പോയപ്പോ, ഒരു വിമാനത്തിൽ ഇവിടുന്ന് അങ്ങോട്ടും അവിടെ നിന്ന് ഇങ്ങോട്ട് ഫോൺ ചെയ്യാം, സീറ്റിൽ നിന്ന് സീറ്റിലോട്ട് ഫോൺ ചെയ്യാം. എന്റെ കൂടെ ഒരു ആർട്ടിസ്റ്റ് ഉണ്ട്, ഞാൻ ബക്കച്ചന്റെ കൂട്ടത്തിലായിരിക്കുന്നത്. ഞങ്ങൾ ഒന്നിച്ചിരിക്കുന്നത്, വേറൊരു ആർട്ടിസ്റ്റ് പുറകിലിരിപ്പുണ്ട്. ഈ ആർട്ടിസ്റ്റിന്റെ ഇവിടെ ഒരു മദാമ, വലതുവശത്ത് ഒരു മദാമ. 2 മദാമ്മമാര് നല്ല കണ്ണടയൊക്കെ വെച്ച് ഇംഗ്ലീഷ് ബുക്കൊക്കെ വായിച്ച് ഇങ്ങനെ ഇരിക്കുന്നു. നടുക്ക് ഇവൻ ഇരിപ്പുണ്ട്, ഞാനും ബക്കച്ചേട്ടൻ മുമ്പിലിരിക്കുന്നത്. കുറെ കഴിഞ്ഞപ്പം ഇവൻ ഈ ഫോണിൽ നിന്ന് ആ സീറ്റിലോട്ട് വിളിച്ച് എയർ ഹോസ്റ്റസ് എന്ന് പറഞ്ഞു, അയാൾ വിളിക്കുന്നുണ്ടെന്ന് ചെല്ലാന്ന് ചോദിച്ചപ്പോ അയാൾ എന്നോട് പറഞ്ഞു, എടാ പക്രു ചേട്ടൻ കുടിക്കൂല. അപ്പൊ അവരുടെ 2 നടുക്ക് പുള്ളീനെ കൊണ്ടിരുത്തുവാണെങ്കിൽ മറ്റേ ആർട്ടിസ്റ്റ് എന്റെ കൂടെ വന്നിരിക്കും. അപ്പൊ ഞാനും പുള്ളിയും കൂടി ഇരിക്കുമ്പോൾ നമുക്ക് വേണ ഒരു കമ്പനിയൊക്കെ അടിച്ചിരിക്കാം. കുടിക്കാത്ത മനുഷ്യൻ അവിടെ ഇരിക്കട്ടെ. ഞാൻ 2 സ്ത്രീകളുടെ നടുക്കിരുന്ന് കുടിക്കുന്നത് ഒരു മര്യാദകേടാണല്ലോ. ഞാൻ അങ്ങനെ കുടിക്കുന്നില്ല എന്ന് പറഞ്ഞിരുന്നു. ഞങ്ങളിരുന്ന് കുറച്ച് കഴിഞ്ഞപ്പോ പക്രുച്ചേട്ടൻ എയർ ഹോസ്റ്റസിനെ വിട്ടേക്കുക, പെട്ടെന്ന് അങ്ങോട്ടും എല്ലാം പറഞ്ഞിട്ട്. ഞാൻ ചെന്നപ്പം ഈ 2 മദാമോരും അടിച്ച് പറ്റായിട്ട് പക്രുച്ചേട്ടൻ താടിക്കിട്ട് കെട്ടിക്കൊണ്ടിരിക്കുക പറഞ്ഞിട്ട് രണ്ടുപേരും തമ്മിൽ വാശി. ഞാനെടുക്കും അങ്ങനൊക്കെ ഭയങ്കര ബഹളായി. പക്രുച്ചേട്ടൻ പറയാം എന്നെ കൊണ്ടോ, കുറച്ചുകൂടെ കഴിഞ്ഞ് ഇവര് ഫോർക്ക് വെച്ച് എന്നെ കുത്തി തിന്നു.